ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് എന്ത് കത്തിച്ചിരിക്കുന്നത് നമ്മുടെ ചുണ്ണീമ കഴിഞ്ഞ വീഡിയോയിലേക്ക് അടിൽ സെറിമണീന്റെ ഇട്ടിട്ടില്ലേ ആ ചുണ്ണീമ ഇന്ന് വരുന്നത് വെൽക്കം ഹോം ആണ്. അപ്പൊ ഒരു ചെറിയ സെറ്റപ്പ് ആക്കാൻ വിചാരിക്കുന്നു ഡെക്കോറെല്ലാം ആക്കിയിട്ട്. അപ്പൊ അതിനുള്ള എല്ലാ സെറ്റപ്പ് ഇവിടെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ബുഗലോതിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അജു കുഞ്ഞിനെ കൂട്ടാൻ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഫുൾ നമുക്ക് സെറ്റ് ആക്കി വെക്കണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ആക്കാലോ. അപ്പൊ നമുക്ക് ഇനി ഇത് കുറച്ചൊന്ന് ഒരു ഇതിലേക്ക് കരയെത്തിയിട്ട് കാണിച്ചു തരാം. കേട്ടേക്കോ. ഇത് സ്റ്റാർട്ട് ആയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ കുറേ ഫോട്ടോ നോക്കിയതൊന്നുമില്ലേ, എനിക്കൊരു സെറ്റായിട്ട് കാണുന്നില്ല. അതായത് ഒരു മാച്ച് ആണില്ല. അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കളിക്ക്. അതായത് കുറേ ഓവറാണ്ട ലൈറ്റായിട്ട് മതി വിചാരിച്ചിട്ട് ഈ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായി, എല്ലാം റെഡി ആയില്ലേ? ഇനി ക്ലോസ് ആക്കിയിട്ട് വെക്കാം. ഷസ്ലാനില്ലെങ്കിൽ ഇവിടെ എല്ലാം ഷോ പീസ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷോ പീസ് എനിക്ക് ഭയങ്കര പേടിയാണ്. ഓനെടുത്തിട്ടില്ല തായ്ക്കൂടുന്ന് 101% ഉറപ്പുണ്ടോണ്ട് തന്നെ ഞാൻ ഷെയ്നോട് ചൊല്ലി ഓനൊന്ന് കൊണ്ടുപോയിക്കോന്ന്. ചേച്ചി നമുക്ക് ഒരു ചെറിയ പല്ല് വന്നിട്ടുണ്ട്. അത് കാണിക്കില്ലായിരിക്കും ഒരു പല്ല് വന്നത്. ഞങ്ങൾക്ക് ഒറ്റൊരു പല്ലേ വന്നിട്ടോ. ചേച്ചമ്മു ഷസ്ലാൻ ബൈ സേ ബൈ. എങ്ങനെ കൂട്ടില്ല? ഹേയ് അതാ പപ്പ വന്നിട്ട് ബൈ ബൈ ആക്ക്. പിന്നെ ഇല്ല എടുക്കെടുക്ക് ഞാൻ ബെഡ്റൂമിൽ വന്നിട്ട് നോക്കുമ്പോൾ ഓരോ ബുക്ക് വെച്ചിട്ടില്ല താഴേക്ക് പോകുന്നുണ്ടായിന്. അത് ഫിറ്റാക്കുന്ന പോന്നതാ ഫിറ്റായില്ലേ. എന്നിട്ട് ഇതാകുമ്പോൾ നമ്മളെ ശങ്കുടുമണി വന്നിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ഹോമാണ് ഇന്ന്. അങ്ങനെ ശങ്കുടുമണിയിൽ പൊരിക്കുന്നു വന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ആക്കുന്നുണ്ട് ഓൻ്റെ വരവിനായിട്ട്. പിന്നെ ഫാത്തിമാവും എല്ലാം കാർന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലഗേജെല്ലാം കുറച്ച് മുന്നേ ഇല്ലേ ഇത് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഒരു രണ്ടാളും വരുന്നുണ്ട്. അപ്പോൾ മസാല ചുണ്ണിമാ പൊരുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കാസർഗോഡ് എന്നില്ലെങ്കിൽ നമ്മൾ കാസർഗോഡ് കഥ ഞാൻ പറയുന്നത് ഓരോന്ന്. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ ഇല്ലേ ഇത് പ്രസവിച്ചിട്ട് 7ാമത്തെ ദിവസം മുടിയെടുത്ത് 40ൻ്റെ അന്ന് ഷസ്ലാൻ്റെ 40ൻ്റെ അന്ന് ഇത് തൊട്ടിലെട്ടി. അങ്ങനെ അതായത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഷെയ്ൻ്റെ അവിടെ പോയി വന്ന് അങ്ങനെയല്ലോ ആണ്. ഓരോരു തരമാണ് ഉണ്ടാകുന്നത്. ഓരോരാൾ എന്തെന്ന് 28 തൊട്ടിലിരുന്ന് 40 തൊട്ട് 46 അങ്ങനെ ഇന്ന ദിവസമൊന്നുമില്ല. എപ്പോൾ ആ ഒരു ഇത് പണ്ടെല്ലാം ഭയങ്കര നിയമം. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇത് ഞൻ്റെ ആണെങ്കിലും ഇത് എല്ലാം 40 38 അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ മാഷാഅല്ലാഹ് ബേബി റൂമിലേക്ക് എൻ്റെ സെറ്റാക്കിയ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ബേബീൻ്റെ ഉമ്മാണ് സർപ്രൈസ് ആയത്. ബേബിക്ക് ഇപ്പോൾ സർപ്രൈസ് ആക്കേണ്ട ടൈമല്ലല്ലോ. എന്തെന്ന് അറിയാലോ. ബയ്യൻ്റെ വ്ളോഗ് നോക്കുമ്പോൾ വന്നിരിക്കാന്തോ എന്ത് ചെയ്യുക ആൻറ്റിയുടെ ഫുള്ള് വ്ളോഗെല്ലാം എടുത്തിട്ട് എന്താക്കിന് എൻ്റെ റൂം നിശ്ചിത ഉണ്ടാവാൻ തോന്നുന്നു. അപ്പോൾ എനിക്ക് കാണാനായില്ലേ ഇങ്ങനത്തെ ഒരു വ്ളോഗർ ആൻറ്റിയല്ലോ ഉള്ളത്. അൽഹാനെ മുത്തിക്കോ നീ. നീ പോകുമ്പോ കൊണ്ടുവന്നാ കുഞ്ഞിനെ? അല്ല നീ ഇവിടെ നിക്കവേ എല്ലാത്തിലൊത്ത് നിക്കിടെ നിക്കാന്ന്. ഞാൻ ഒരു തലവാരിക്കോ ബ്ലോഗിലെടുക്കുന്നത്. പിന്നെ ചായയും പലതര കടികളെല്ലാം ഉണ്ടായിന്. ചായ കുടിക്കാനിരുന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുമാൻ്റെ അവിടെ പോയി ഈ ഒരു സീറ്റിലാണ്. ഞങ്ങൾക്ക് ഫുഡ് കേൾക്കണമെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഓരോരു സീറ്റുണ്ട്. ആ സീറ്റിൽ ഇരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിയല്ല. ഞാൻ ഇങ്ങനെ വെയിറ്റ് ആക്കും, എനിക്കിന്നവരെ വെയിറ്റ് ആക്കും. കാരണം ഞങ്ങൾക്ക് ആ സീറ്റ് വേണോ ഇല്ലിട്ട്. അങ്ങനെ ഞാൻ ചായയെല്ലാം കുടിക്കുന്നുണ്ട്. ചായയെല്ലാം കുടിച്ചിട്ട് അതിൽ അടുത്ത് എന്ത് പരിപാടി ഇല്ലെങ്കിൽ കുറച്ച് സമയം വെറുതെ മുണ്ടാണ്ട് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അതിലായിട്ട് ഫുഡ് കഴിക്കും. അതാണ് പരിപാടി. ഞാൻ മുട്ടപ്പം തിന്നുന്നുണ്ട്. മുട്ടപ്പം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞങ്ങൾക്ക് എന്തും ടേസ്റ്റ് ഇല്ലാത്ത ഒക്കെയില്ല. കാരണം ഞങ്ങൾക്ക്
തിന്നുന്ന കുറച്ച് പ്രാന്ത് ജാസ്തി ആയതുകൊണ്ട് ഏകദേശം എല്ലാ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അത് ഈ ഒരു ഐറ്റം ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ക്രാഡിൽ നല്ല ഉണ്ട്, എനിക്ക് ഭയങ്കര ലൈക്കായിന്. പിന്നീട് കിച്ചണിൽ വന്ന് നോക്കുമ്പോഴൊക്കെ ഇല്ലേ ചട്ടി വെച്ചിട്ടായി എന്താ ഡിന്നറിലേക്കുള്ള ചട്ടി എണ്ണ. പിന്നെ അളിയെ വരുമ്പോഴേക്ക് ഇങ്ങനത്തെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിന്, എന്തെങ്കിലും ബിസ്ക്കറ്റ് ടൈപ്പ്. പിന്നെ അതാ ഇനി എന്തെന്നല്ലെങ്കിൽ ചിക്കൻ ഫ്രൈൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടാകുമ്പോൾക്ക് ആ ഒരു കുളിർമയുണ്ട് മനസ്സിന്ന്. ദാറ്റ് ഈസ് വെരി നൈസ്. അങ്ങനെ ചിക്കൻ ഫ്രൈ ആകുന്നുണ്ട്, ഞാനിങ്ങനെ കാക്കുന്നുണ്ട്. ആണുങ്ങളെ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കണം. അപ്പോൾ ഓരോ ട്രിപ്പ് കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാലിട്ട്. നീ എത്രയിൽ പഠിക്കുന്ന? നീ എന്താ ഇപ്പം വെള്ളം കുടിക്കാനാ? കുടിച്ചു നാണക്കടായി. എൻ്റെ കുഞ്ഞുമാൻ്റെ അവിടെ പറഞ്ഞ ഈ ഒരു ടൈപ്പ് ഫുഡ് കിട്ടണമെങ്കിൽ നല്ല അരച്ച മുകളിൽ മഞ്ഞത്തണ്ണിയും പിന്നെ നല്ല അരച്ചിട്ട് ചുട്ട പത്തലും, അതിൻ്റെ പേരിലെല്ലാം പൊടിപ്പത്തൽ ഇവിടെ മാത്രം ഞങ്ങൾക്ക് അരച്ചിട്ട് ചുട്ട പത്തലും അരച്ചന്നെ കറിയില്ല. എന്തോ ഒരു ടേസ്റ്റ് അതാ. ആ ഒരു കോമ്പിനേഷന് ബീട്ടാക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇവിടുന്ന് കുഞ്ഞുമ്മ കുറച്ച് ദിവസം പിന്നെ ടച്ച് പൊട്ടിട്ടുണ്ടായിന്, ഇപ്പം എന്തോ ഒരു ടേസ്റ്റ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വയ്യ ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് പോകണ്ടായിന്. അങ്ങനെ ടൗണിലേക്ക് പോയിട്ട് അമ്മക്കില്ലേ പുള്ളറെല്ലാം മനത്താക്കിയിട്ട് മെല്ലെ പോയത്. ബ്രൗണിയും അങ്ങനത്തെ എല്ലാം തിന്നിട്ട് വന്ന്. കാരണം കാലോറി എല്ലാം അവിടെ സെറ്റ് ആക്കണ്ടേ, അപ്പം കുറച്ച് കാലോറി കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഡയറ്റെല്ലാം ഉണ്ടാവേ, ഞാനെല്ലാം കൺട്രോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആണ് കഥയിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. നാളത്തെ വീഡിയോ നാളെ കാണാം. ചെറുതായിട്ട് ബൈ, സീ യാ.